പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേകർ നന്നായി അഭിനയിക്കുന്നവരുണ്ട്. സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും വിവിധ മേഖലകളിൽ അഭിനയിക്കുന്നവർ സ്റ്റേറ്റ് അവാർഡുകളും നാഷണൽ അവാർഡുകളുമൊക്കെ വാങ്ങിക്കുന്ന അനേക നടീനടന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ഇന്ന് അനേകർ ജീവിതത്തിൽ അഭിനയിക്കുകയാണ്. പലപ്പോഴും കുടുംബത്തിൽ അനേകർ അഭിനയിക്കുകയാണ്. തകർന്ന കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും പുറമേ നോക്കുമ്പോൾ യാതൊരു കുഴപ്പവും കാണത്തില്ല. എന്നാൽ അകത്ത് വളരെയധികം അഭിനയിച്ച് ജീവിക്കുന്നവർ നിരവധിയാണ്. ഇന്ന് പലപ്പോഴും അനേകർ മൂടുപടമിട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഒരുപാട് കടത്തിൽ മുങ്ങിയ ആളുകൾ പുറമേ നോക്കുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല എന്ന് തോന്നി സമൂഹത്തിൽ വളരെ മാന്യമായി നടക്കുന്നവരുണ്ട്. വളരെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് തകർന്നവർ പുറമേ നോക്കുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല എന്ന് തോന്നി ജീവിതത്തിൽ അഭിനയിച്ച് നടക്കുന്നവരുണ്ട്. എന്നാൽ ബൈബിൾ പ്രകാരം ഒരു വാക്യമുണ്ട്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. മൂടുപടം നീങ്ങിയ മുഖത്ത്, ഒരു മൂടുപടം നീങ്ങിക്കഴിയുമ്പോഴാണ് യഥാർത്ഥമായ ആ തേജസ് വെളിപ്പെടുവാനിടയാകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ അഭിനയിക്കാതെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുവാനിടയാകട്ടെ. യഥാർത്ഥ മുഖം പലപ്പോഴും പലർക്കും വെളിപ്പെടുത്തുവാൻ കഴിയുന്നില്ല. അതിന് കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ കഴിയാത്ത പലതും ഇന്ന് അനേകരുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു മൂടുപടമിട്ടുകൊണ്ടാണ് ഇന്ന് അനേകർ ജീവിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നാം അഭിനയിക്കുന്നവരായി മാറാതെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതായ നമ്മുടെ വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും, ഏത് പ്രതിസന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും നാം ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം അതിനകത്ത് പരിഹാരം നൽകി തരുവാനിടയായിത്തീരും. ഒരു യഥാർത്ഥ മുഖത്തോടെ നമ്മുടെ അകം എങ്ങനെയാണോ അത് തന്നെയായിരിക്കണം നമ്മുടെ പുറത്തും. അതുപോലെ ആയിത്തീരുവാൻ കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. അതിന് നാം ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തീർച്ചയായും ദൈവം അതിന് നമ്മെ സഹായിക്കും. നമ്മളായിരിക്കുന്ന സകല വിഷയങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടിവിക്കും. അതിനായി കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.